Good morning, dear students. When we come to today's class, we are going to continue our lessons of phonetics. And here, in the last class, we have studied until this much. We have seen the difference between some of the difference between the sounds in general Indian English and the sounds in RP or received pronunciation. And before that, we finished the classification of consonants, and we have seen how the consonants in English can be broadly classified on the basis of four criteria. And after that, we studied the difference between GIE and RP. And now, when we come to today's class, we are going to look at phonology. Wait a minute. Okay, so phonology, is the study of sounds. So phonology basically can be defined as the study of sounds. It deals with the patterning of sounds and also it deals with the prosodic features of sounds. Now അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫോണോളജിയിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. Now patterning of sounds എന്ന് പറയുമ്പോഴത്തേക്കും it actually means how sounds are arranged or how sounds are combined together to form higher units of sounds. Okay, so basically നമ്മൾ ഫോണോളജി ഡിഫൈൻ ചെയ്യുന്നത് ഫോണീംസിനെ കുറിച്ചുള്ള പഠനമാണ്. The study of phonemes ആണ് phonology. So phonology is the study of phonemes or sounds. It deals with patterning of sounds, that is combination or arrangement of sounds, and also it studies their behavior. നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് സൗണ്ട്സ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോണോളജിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഓൾസോ ഞാൻ ഈ പറഞ്ഞതുപോലെ it also studies its prosodic features. Prosody means rhythm. സൗണ്ടിൻ്റെ ഋതത്തിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഫോണോളജിയിൽ പഠിക്കും. നൗ സൗണ്ട്സിന് അല്ലെങ്കിൽ വാക്കുകൾക്ക് അല്ലെങ്കിൽ സിലബിൾസിന് ഋതം വരുന്നത് എന്തിലൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, it happens because of stress, it happens because of pitch, and it happens because of intonation. So സ്ട്രെസ്, പിച്ച്, ഇൻറ്റോണേഷൻ പോലെയൊക്കെയുള്ള പ്രോസോഡിക് ഫീച്ചേഴ്സും നമ്മൾ എന്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കും, ഫോണോളജിയുടെ ഭാഗമായിട്ട് പഠിക്കും. സോ നമ്മൾ ഡിഫൈൻ ചെയ്ത പോലെ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സൗണ്ട്സ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ പാറ്റേണിംഗ് ഓർ arrangement of sounds, their behavior, function, structure, etc. It also studies its prosodic features, that is stress, pitch, and intonation. Now we come to phonemes. Phonemes in it is the smallest unit of sound. So a phoneme is the smallest distinctive unit of sound in a language system. Okay, so it is the smallest distinctive unit of sound in the sound system of a language. The phoneme of a language are distinctive. Now ഫോണീംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിലെ ഫോണീംസ് ഡിസ്റ്റിങ്ക്റ്റീവ് ആണ്, വിച്ച് മീൻസ് ദേ ആർ യുണീക്ക്. അതായത് അവയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അതേ ഫംഗ്ഷൻ ചെയ്യിക്കാനായിട്ട് നമുക്ക് മറ്റൊരു സൗണ്ടിന് കിട്ടത്തില്ല. ഓക്കെ, സോ ഓരോ സൗണ്ട്സും എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. സോ ദേ ആർ ഡിസ്റ്റിങ്ക്റ്റീവ് ആൻഡ് ഓൾസോ ദേ ആർ കോൺട്രാസ്റ്റീവ്, വിച്ച് മീൻസ് യു ക്യാൻ കമ്പയർ and evaluate two sounds or two or more sounds. അതായത് ഓരോ സൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കമ്പയർ ആൻഡ് സ്റ്റഡി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാസ്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം പ് എന്ന് പറയുന്ന സൗണ്ട്, ബ് എന്ന് പറയുന്ന സൗണ്ട്, you can actually compare these sounds because they are pronounced more or less the same way, but the difference is that p is voiceless, b is voiced. Okay, so b എന്ന് പറയുന്ന സൗണ്ടിൽ നിന്ന് നമ്മൾ ബ എന്ന് പറയുന്ന സൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും there is more emphasis. സോ ഈ രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൗണ്ട്സിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ കൺസണൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചതുപോലെ ഇപ്പം ഒരു സൗണ്ട് എടുത്തിട്ട് യു ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ബൈലേബിയൽ സൗണ്ട്. ഓക്കെ, സോ വേറൊരു സൗണ്ട് എടുത്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു പോസ്റ്റ് ആൽവിയോളാർ സൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ പാലറ്റോ ആൽവിയോളാർ സൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മൾ കോൺട്രാസ്റ്റീവ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ phonemes are unique or they are distinctive and they are also contrastive, that is they stand in contrast with one another. മറ്റൊരു രീതി പറഞ്ഞാൽ if one phoneme is replaced with another it results in a change of meaning. So അത്രത്തോളം യുണീക്ക് ആണ് എന്തെന്ന് പറയുന്നത് ഫോണീം എന്ന് പറയുന്നത്. നമ്മൾ ഒന്നിന് പകരം മറ്റൊന്നിനെ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ചേഞ്ച് the word altogether. ആ വാക്കിനെ തന്നെ എന്ത് ചെയ്യും, അത് ചേഞ്ച് ചെയ്യും. സോ they are very unique
So if you substitute one phoneme with another, it results in a change of meaning. വാക്ക് മാറുമ്പോഴത്തേക്കും എന്ത് മാറും? അതിന്റെ അർത്ഥവും മാറും. For example, if you substitute p with b in the word pet, pet എന്ന് പറയുന്ന വേർഡില് നമ്മൾ p എന്ന് പറയുന്ന സൗണ്ടിന് പകരം b എന്ന് പറയുന്ന സൗണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ pet will become bet. Okay, and then the meaning has changed. So നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? മീനിങ് മാറും. So that is why we say that phonemes are very unique. If you substitute one sound with one phoneme with another, it will change the meaning of the word altogether. Thus p and b are contrastive in English, hence two different phonemes. Namalkariya p and b are different. Okay, so therefore they are capable of altering the meaning of words in different phonetic environment, and hence we identify them as phonemes because they have got their own individual existence. Okay, as they have their own individual existence as two different units of sound. So ഇതാണ് ഫോണീമിനെ കുറിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കുറച്ച് കോൺസെപ്റ്റുകളാണ് വരുന്നത്. Now first we will be looking at what minimal pairs are. Now എന്താണ് മിനിമൽ പെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എ പെയർ ഓഫ് വേർഡ്സ് ആണ്. ഓക്കെ, ഒരു പെയർ ഓഫ് വേർഡ്സ് ആണ് വേർ they will be different from each other only, or they differ from each other only because of one sound. അതായത് ഒരു സൗണ്ട് സെഗ്മെന്റിലെ വ്യത്യാസം കൊണ്ട് അവരെന്തായിട്ട് മാറും? രണ്ട് ഡിഫറെന്റ് വേർഡ് ആയിട്ട് മാറും. ഇപ്പൊ നമ്മളിതായി പറഞ്ഞ പെറ്റും ബെറ്റും മിനിമൽ പെയർസ് ആണ്. കാരണം ഈ ഫസ്റ്റ് സൗണ്ട് സെഗ്മെന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ, സോ ഹിയർ യു ഹാവ് ഗോട്ട് എറ്റ്, ഹിയർ യു ഹാവ് ഗോട്ട് എറ്റ്. പക്ഷേ ഫസ്റ്റ് സൗണ്ട് സെഗ്മെന്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. സോ യു ക്യാൻ സേ പെറ്റ് ആൻഡ് ബെറ്റ് ആർ minimal pairs. So minimal pairs are pairs of words which differ from each other only in one sound segment. അതായത് രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരേ ഒരു സൗണ്ട് സെഗ്മെന്റ് മാത്രമാണെങ്കിൽ, ഓക്കെ, ഒരേ ഒരു സൗണ്ട് സെഗ്മെന്റ് മാത്രമേ ഈ രണ്ട് വാക്കിലും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ ദോസ് ടു വേർഡ്സ് ആസ് മിനിമൽ പെയർസ്. ഫോർ എക്സാമ്പിൾ ഫിറ്റ് ആൻഡ് സിറ്റ്. നമുക്കറിയാം ഫ് സ് ഈ രണ്ട് സൗണ്ട് മാത്രമേ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം എന്താണ്? സെയിം ആണ്. സോ ഫിറ്റ് ആൻഡ് സിറ്റ് ആർ മിനിമൽ പെയർസ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ ഓൺലി ഇൻ ദിയർ ഇനിഷ്യൽ കൺസണൻസ്. സോ ഈ ഫ് സ് എന്ന് പറയുന്ന ഇനിഷ്യൽ കൺസണൻസിലെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫ് ആൻഡ് സ്. സിമിലർലി വേർഡ്സ് ലൈക്ക് പെറ്റ് ആൻഡ് ബെറ്റ്, ലെറ്റർ ആൻഡ് ലെസർ, സീറ്റ് ആൻഡ് മീറ്റ് എക്സെട്ര ആർ ഓൾസോ മിനിമൽ പെയർസ്. ഇപ്പം പെറ്റ് ആൻഡ് ബെറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു, പ് ആൻഡ് ബ് എന്താണ്? ഇനിഷ്യൽ കൺസണൻസ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ലെറ്റർ, ലെസർ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ല്, എ, ട്, എ, നമ്മൾ ഈ ചെറിയ എ എന്ന് പറയുന്ന സൗണ്ട് ഇല്ലേ? ലെസർ ആണെങ്കിലോ ല്, ദെൻ എ, ദെൻ ദർ ഈസ് സ് സൗണ്ട് ആൻഡ് ദെൻ the small a sound. So s, t ആ രണ്ട് സൗണ്ട് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ബാക്കിയെല്ലാം എന്താണ്? സെയിം ആണ്. സോ ദേ ആർ ഓൾസോ എക്സാമ്പിൾസ് ഫോർ മിനിമൽ പെയർസ്. സിമിലർലി സീറ്റ് ആൻഡ് മീറ്റ്, ദ ഓൺലി ഡിഫറൻസ് ഈസ് ദ ഇനിഷ്യൽ സൗണ്ട് s ആൻഡ് m. ദ റെസ്റ്റ് ഈസ് സെയിം. സോ ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിനിമൽ പെയർസ് എന്ന് പറയുന്നത്. ദേ ആർ പെയർസ് ഓഫ് വേർഡ്സ് വിച്ച് ഡിഫർ ഫ്രം ഈച്ച് അതർ ഓൺലി ഇൻ വൺ സൗണ്ട് സെഗ്മെന്റ്. ഓക്കെ, Now വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. മിനിമൽ പെയർസ് 2 മാർക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കും. Now we come to another concept, allophones. Now allophones എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൊണീമിന് തന്നെ ചില സമയത്ത് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടാകും. ഓക്കെ, ഒരു ഫൊണീമിന് തന്നെ എന്ത് ചെയ്യാം? പല സിറ്റുവേഷൻസിൽ പല ഫോംസ് ആയിട്ട് കാണപ്പെടാം. സോ ഒരു ഫൊണീമിന് പല വേരിയൻസ് ഉണ്ടെങ്കിൽ ആ വേരിയൻസിനെയാണ് നമ്മൾ അലോഫോൺസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഐ ടോൾഡ് യു അബൌട്ട് ആസ്പിറേറ്റഡ് സൗണ്ട്സ് ആൻഡ് അൺആസ്പിറേറ്റഡ് സൗണ്ട്സ്. സോ ആസ്പിറേറ്റഡ് സൗണ്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ സൗണ്ട്സ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് along with the utterance of the sound there is a puff of air being released along with it. Okay, so when you utter certain sounds you release a puff of air along with it, and such sounds are called as aspirated sounds.
Now, അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഡ് ഇനിഷ്യൽ പൊസിഷനിൽ വരുന്ന കൺസോണൻസ് പലപ്പോഴും സ്ട്രെസ്ഡ് സിലബിൾസിൽ ആസ്പിറേറ്റഡ് ആകാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ ഈ എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ് എന്ന് പറയുന്ന സൗണ്ടിന്റെ മുൻപിൽ ചെറിയൊരു എച്ച് ഇട്ടിട്ടുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ദിസ് പ് ഈസ് ആസ്പിറേറ്റഡ്. ഓക്കെ, ഇനി ചില കേസിൽ പ് എന്ന് പറയുന്ന സൗണ്ട് വരുമ്പോഴത്തേക്കും അത് എന്തായിരിക്കത്തില്ല, ആസ്പിറേറ്റഡ് ആയിരിക്കത്തില്ല. സോ സെയിം ഫോണീം ആണ്, പ് ആണ്, ബട്ട് അറ്റ് സം പ്ലേസസ് ഇറ്റ് ഈസ് ആസ്പിറേറ്റഡ്, whereas in some circumstances it is not aspirated. So ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അലോഫോൺസ് എന്ന് പറയുന്നത്, ഡിഫറെന്റ് വേരിയൻസ് ഓഫ് the same phoneme. So definition നോക്കാം. Allophones are the different variants of the same phoneme occurring in different contexts or different phonetic environments. ഇത് എന്തിനനുസരിച്ചാണ് ആസ്പിറേറ്റഡ് ആണോ അൺആസ്പിറേറ്റഡ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ് വെയർ ദേ ഒക്കർ. ഏത് സ്ഥലത്താണ് ആ സൗണ്ട് വരുന്നത് എന്നുള്ളതാണ് അനുസരിച്ചാണ്. സോ അതിനെയാണ് നമ്മൾ ഫോണറ്റിക് എൻവയൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്, ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ അലോഫോൺസ് ആർ the different variants of the same phoneme which occur in different contexts or different phonetic environments. Now they have considerable similarity as well as differences from each other. So basically same sound ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്, they are very much similar, but still there will be certain elements of difference. For example, the English voiceless plosives p, t and k മെയിൻ ആയിട്ട് ആസ്പിറേറ്റഡ് സൗണ്ട്സ് കാണുന്നത് ഈ മൂന്ന് സൗണ്ടിലാണ്. ഇംഗ്ലീഷിലെ വോയിസ്ലെസ് പ്ലോസീവ്സ് ആയിട്ടുള്ള p, t and k have both aspirated and unaspirated varieties. For instance, p in pin is aspirated whereas p in spin is unaspirated. അതായത് ഇപ്പം നമ്മൾ PIN എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് അട്ടേർഡ് ആസ് പിൻ. ഓക്കെ, നോട്ട് പിൻ. അത് നമ്മളുടെ ഒരു ഇന്ത്യൻ രീതിയാണ് PIN എന്തെന്ന് പറയുന്നത്, പിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പിൻ, ഇറ്റ് ഈസ് പിൻ. ഓക്കെ, so it is pronounced as pin. So along with that p sound there is a certain puffing of air which happens inside your oral cavity. ആ p എന്ന് പറയുന്ന സൗണ്ടിന്റെ കൂടാണ് ആ എയർ കൂടെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. സോ ഇറ്റ് ഈസ് pronounced as pin. Okay, so the sound p is aspirated. പക്ഷെ നമ്മൾ spin എന്ന് പറയുമ്പോഴത്തേക്കും it is not aspirated. We just say spin, not spin എന്ന് പറയത്തില്ല. ഓക്കെ, സോ ഇനിഷ്യൽ പൊസിഷനിൽ സ്ട്രെസ്ഡ് സിലബിൾസിൽ വരുമ്പോഴത്തേക്കും വോയിസ്ലെസ് പ്ലോസീവ്സ് ആയിട്ടുള്ള p, t and k they have aspiration. Okay, so for instance, p in pin is aspirated whereas p in spin is unaspirated. Similarly, t in turn is aspirated whereas t in step is unaspirated. Same രീതി തന്നെ turn it is pronounced as turn, not turn. Okay, so turn is aspirated whereas t in step is unaspirated. Thus it can be seen that aspirated voiceless plosives occur initially in a stressed syllable, whereas unaspirated voiceless plosives occur immediately after s and in unstressed syllables. So s ന് ശേഷം എവിടെ ഈ voiceless plosives വന്നാലും, ഒരു വാക്കിൽ s ൽ തുടങ്ങുന്ന ഒരു വാക്കിൽ എവിടെ വന്നാലും s ന് ശേഷം വന്നു കഴിഞ്ഞാൽ അവർ അൺആസ്പിറേറ്റഡ് ആയിരിക്കും. അതേസമയം സ്ട്രെസ്ഡ് സിലബിൾസിൽ വേർഡ് ഇനിഷ്യൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ they will be aspirated. So രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോണറ്റിക് എൻവയൺമെന്റ് ആണ് ഇനിഷ്യൽ പൊസിഷനും അതുപോലെ മിഡിൽ പൊസിഷനും എന്ന് പറയുന്നത്. So aspirated voiceless plosives occurring initially in a stressed syllable are aspirated, whereas if they occur after the sound s, or if they occur in unstressed syllables, they are unaspirated. Thus aspirated and unaspirated sounds are the different variants of the same phonemes, and they never occur in the same phonetic environment. Same phonetic environment il namakku orikkalum endu cheyan pattathilla, avaye substitute cheyanayittu pattathilla. ഈ p എന്ന ഉള്ളതിന് പകരം you can never substitute p. Okay, so endana, so this is something that is very unique. So ഇങ്ങനെ സെയിം ഫോണീമിന്റെ ഡിഫറെന്റ് വേരിയൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, allophones എന്ന് പറയുന്നത്. Hence these sounds are allophones. Aspirated and unaspirated sounds are examples for allophones. Okay, now we come to the next concept, which is free variation.
ഒരു മിനിറ്റ്. Okay, so the next concept is free variation. Now free variation എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ allophones ഉണ്ടല്ലോ, which are the different variants of the same phoneme. Now they will appear in the same phonetic environment. അതായത് നമ്മൾ നേരത്തെ അലോഫോൺസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു they are very unique. അവ പലപ്പോഴും നമുക്ക് ഒന്നിൻ്റെ പൊസിഷനിൽ മറ്റൊന്നിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ആസ്പിറേറ്റഡ് സൗണ്ട് വരുന്നിടത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അൺആസ്പിറേറ്റഡ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ പോലും there are certain exceptions. ആ എക്സെപ്ഷൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീ വേരിയേഷൻ എന്ന് പറയുന്നത്. സോ ഫ്രീ വേരിയേഷൻ ഈസ് ദ ഫിനോമിനൻ ബൈ വിച്ച് different variants of the same phoneme occur in the same context or environment. അതായത് സെയിം കോണ്ടെക്സ്റ്റിൽ നമുക്ക് ചില സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിഫറെൻറ്റ് വേരിയൻസിനെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇൻ അതർ വേർഡ്സ്, ഇഫ് വൺ അലോഫോൺ ക്യാൻ ബി യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി വിത്ത് അനദർ അലോഫോൺ, they are said to be in free variation. Okay, so മിക്ക കേസിലും they cannot be used interchangeably, but in certain circumstances they can be used interchangeably, and if you can use them interchangeably, then that phenomenon is called free variation. അതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, it is the English word cut, where the final t is used as aspirated and unaspirated, as is seen in cut and cut. Okay, so cut എന്ന് പറയുന്ന വാക്കിൽ ലാസ്റ്റ് വരുന്ന ട് എന്ന് പറയുന്ന സൗണ്ട് യൂഷ്വലി അതെന്തായിരിക്കണം, അൺആസ്പിറേറ്റഡ് ആയിരിക്കണം. പക്ഷേ റിസീവ്ഡ് പ്രൊനൗൺസിയേഷനിൽ പലപ്പോഴും അതെന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, ആസ്പിറേറ്റഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് കട്ട്, ദേ വുഡ് സേ കട്ട്. ഓക്കെ, സോ ആ ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബോത്ത് ആസ്പിറേറ്റഡ് ആസ് വെൽ ആസ് അൺആസ്പിറേറ്റഡ്. സോ the different variants of t, that is aspirated and unaspirated, are used interchangeably in the same context, and therefore they are in free variation. Since free variation is caused by the different variants of the same phoneme, it does not result in a change of meaning. So സെയിം ഫോണീമിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് ആണ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് മാറത്തില്ല, മീനിങ് മാറത്തില്ല. ആസ്പിറേറ്റഡ് ആയിട്ട് പറഞ്ഞാലും അൺആസ്പിറേറ്റഡ് ആയിട്ട് പറഞ്ഞാലും ഇറ്റ്സ് സ്റ്റിൽ ദ വേർഡ് കട്ട്, ബട്ട് ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ടു വേരിയൻസ് ഓഫ് the last consonant is used interchangeably. Okay, now next one is distribution. Now distribution basically ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ it deals with how sounds are distributed in larger units. അതായത് ഫോണീംസ് എങ്ങനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് ലാർജർ യൂണിറ്റ്സ് ആയിട്ടുള്ള എന്താണ് മോർഫീംസോ അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള യൂണിറ്റുകളാക്കി, വേർഡ്സോ അതുപോലൊക്കെയുള്ള യൂണിറ്റുകളാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ഫോണോളജി, ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ഹൗ സൗണ്ട്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ലാർജർ യൂണിറ്റ്സ് ലൈക്ക് സിലബിൾസ് ആൻഡ് വേർഡ്സ്. സോ ഏത് രീതിയിലാണ് അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമുക്കിപ്പം എല്ലാ സൗണ്ട്സും എടുത്ത് എല്ലാ പൊസിഷൻസിലും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാ കാരണം ഇവിടെ ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്, ങ് എന്ന് പറയുന്ന സൗണ്ട്, അത് പലപ്പോഴും വേർഡ് ഫൈനൽ പൊസിഷനിൽ പലപ്പോഴും വരുന്നൊരു സൗണ്ടാണ് ങ്, ലൈക്ക് ഇൻ ദ വേർഡ് കിങ് ഓർ ഇൻ ദ വേർഡ് സിങ് ഓർ ഇൻ ദ വേർഡ് ബിങ്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളിൽ ലാസ്റ്റ് പൊസിഷനിൽ ങ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ ങ് എന്ന് പറയുന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾ എന്താണ്, ഇറ്റ്സ് വെരി റെയർ. ഓക്കെ, ഇറ്റ്സ് വെരി റെയർ. സോ ഇങ്ങനെ ഇതാണ് ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഓരോ സൗണ്ട്സിനും എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചില പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട്. ഓക്കെ, സോ അതിൽ നിന്ന് മാറി അവ എന്ത് ചെയ്യാറില്ല, ഒരിക്കലും വരാറായിട്ട് ഇല്ല. സോ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഓരോ സൗണ്ട്സും ഏതെല്ലാം പൊസിഷൻസിൽ നമ്മൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെല്ലാം സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ഒക്കുറൻസ് ഓഫ് ഫോണീംസ് ഇൻ സർട്ടൻ കോണ്ടെക്സ്റ്റ് ഓർ എൻവയൺമെന്റ്സ് ആൻഡ് ദ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഫോണീംസ് ഇൻ എ ലാംഗ്വേജ്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ദ ഫോണീം ങ് നെവർ ഒക്കേഴ്സ് ഇനിഷ്യലി ഇൻ ഇംഗ്ലീഷ്, therefore there are no English words beginning with ങ്. ങ് എന്ന് പറയുന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾ ഇംഗ്ലീഷിൽ ഇല്ല. They are distributed only in word final position and intervocalic position. മിക്കവാറും ഈ ങ് എന്ന് പറയുന്ന സൗണ്ട് വേർഡ് ഫൈനൽ പൊസിഷനിലും അതുപോലെ തന്നെ ഇന്റർവൊക്കാലിക് പൊസിഷൻ. ഇന്റർവൊക്കാലിക് പൊസിഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ വവൽസ്, രണ്ട് വവൽസിന് ഇടയിലുള്ള പൊസിഷനാണ് നമ്മൾ ഇന്റർവൊക്കാലിക് എന്ന് പറയുന്നത്. ആസ് ഈസ് സീൻ ഇൻ വേർഡ്സ് ലൈക്ക് കിങ് എന്ന് പറയുമ്പോഴത്തേക്കും വേർഡ് ഫൈനൽ പൊസിഷനിലാണ്. അതേസമയം സിംഗിങ് എന്ന് പറയുന്ന വേർഡ് നോക്കുക, ഇവിടെ ങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ടു വവൽസ്, ഇ എന്ന് പറയുന്ന രണ്ട് വവൽ സൗണ്ട്സിന്റെ ഇടയ്ക്കാണ്. സോ അതാണ് നമ്മൾ ഇന്റർവൊക്കാലിക് എന്ന് പറയുന്നത്. ഓക്കെ,
Now the next one is linking R. ഇത് ഒരുപക്ഷെ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാകും. Now എന്താണ് linking R എന്ന് വെച്ച് കഴിഞ്ഞാൽ റ് എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ വേർഡ് ഫൈനൽ പൊസിഷനിൽ വരുന്ന സമയത്ത് വി നെവർ പ്രൊനൗൺസ് ഇറ്റ്. ഓക്കെ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, റ് എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറില്ല, നമ്മൾ സൈലന്റ് ആണെന്നൊക്കെ പറയും. ഓക്കെ, പക്ഷേ നമ്മളൊരു റ് എന്ന് പറയുന്ന സൗണ്ടിൽ അവസാനിക്കുന്ന ഒരു വാക്ക് ഒരു സെന്റൻസിൽ വരുന്ന സമയത്ത് ആ റ് എന്ന് പറയുന്ന സൗണ്ടിന് ശേഷം വരുന്ന അടുത്ത വാക്കിന്റെ ആദ്യത്തെ സൗണ്ട് ഇഫ് ഇറ്റ് ഈസ് എ വവൽ, ദെൻ in regional pronunciation or local pronunciation, regional ആയിട്ട് ഇത് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ റ് എന്ന് പറയുന്ന സൗണ്ട് ഉച്ചരിക്കും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിങ്കിങ് ആർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. when words ending with letter R are followed by words beginning with vowel sounds, അതായത് റ് എന്ന് പറയുന്ന സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കിന് ശേഷം വരുന്ന അടുത്ത വാക്ക് ഒരു വവൽ സൗണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ the sound r, which is usually silent in word final position, is pronounced in RP. Okay, so received pronunciationൽ അതെന്ത് ചെയ്യും, നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. യൂഷ്വലി അതെന്താണ്, ഒരു വാക്ക് മാത്രമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്തൊരു വാക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ലാസ്റ്റ് വരുന്ന റ് എന്ന് പറയുന്ന സൗണ്ട് സൈലന്റ് ആണ്. പക്ഷേ നമ്മളൊരു സെന്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് റ് എന്ന് പറയുന്ന സൗണ്ട് അവസാനിച്ചതിന് ശേഷം തുടങ്ങുന്ന അടുത്ത വാക്ക് തുടങ്ങുന്ന സൗണ്ട് ഒരു വവൽ ആണെന്നുണ്ടെങ്കിൽ you have to pronounce the sound r. Thus R acts as a connector between words. ആ രീതിയിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, അവിടെ ഒരു കണക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും, ലിങ്കിങ് ആർ എന്ന് പറയും. ഇപ്പൊ എന്താ ഈ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം മൈ കാർ ഈസ് റെഡ്. ഓക്കെ, സോ നമ്മൾ കാർ എന്ന് പറയുന്ന വാക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് കാർ, നോട്ട് കാർ എന്ന് നമ്മൾ പറയാറില്ല, ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് കാർ. ഓക്കെ, അതേസമയം ഈ സെന്റൻസിൽ വരുമ്പോഴത്തേക്കും ഈ കാർ എന്ന് പറയുന്ന വാക്കിന് ശേഷം തുടങ്ങുന്ന അടുത്ത വാക്ക് ഇറ്റ് ബിഗിൻസ് വിത്ത് എ വവൽ സൗണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് മൈ കാർ ഈസ് റെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ആക്ച്വലി എഫക്ട്സ് ദ ഫ്ലോ ഓഫ് വേർഡ്സ്. അവിടെ ഒരു ബ്ലോക്ക് വരും, ലൈക്ക് വെൻ യു സേ മൈ കാർ ഈസ് റെഡ്. സോ ടു അവോയ്ഡ് ദാറ്റ് ബ്ലോക്ക് ആർ ഈസ് യൂസ്ഡ് ആസ് എ കണക്ടർ. നമ്മൾ എന്ത് ചെയ്യും, ആറിനെ ഒരു കണക്ടറായിട്ട് ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ എന്ത് പറയും, മൈ കാർ ഈസ് റെഡ്. ഓക്കെ, സോ മൈ കാർ ഈസ് റെഡ്. സോ മൈ കാർ ഈസ് റെഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇറ്റ് ഹാസ് ഗോട്ട് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഫ്ലോ. ഓക്കെ, സോ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് നമ്മളത് ഈ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ മൈ കാർ ഈസ് റെഡ്. ഓക്കെ, സോ കാറിനെ ഈസുമായിട്ട് കണക്ട് ചെയ്ത് ഇതെന്തായിട്ട് മാറും, ഇത് ഏറെ മോർ ഓർ ലെസ് ദിസ് ബിക്കംസ് എ യൂണിറ്റ് ലൈക്ക് റീസ്, മൈ കാർ ഈസ് റെഡ്. അതുകൊണ്ടാണ് നമ്മൾ ആറിനെ എന്തെന്ന് പറയുന്നത്, യു കോൾ ഇറ്റ് ആസ് ലിങ്കിങ് ആർ. ഓക്കെ, നൗ ഇതേപോലെ ഒന്നാണ് ഇൻട്രൂസീവ് ആർ. നൗ ഇൻട്രൂസീവ് ആർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആർ അവിടെ കാണത്തില്ല, ബട്ട് സ്റ്റിൽ റിസീവ്ഡ് പ്രൊനൗൺസിയേഷനിൽ, റീജിയണൽ പ്രൊനൗൺസിയേഷനിൽ ദ ലോക്കൽ സ്പീക്കർ വിൽ ഹാവ് എ ടെൻഡൻസി ടു ഇൻസേർട്ട് ആർ ബിക്കോസ് ഹി ഈസ് യൂസ് ടു ലിങ്കിങ് ആർ. ലിങ്കിങ് ആർ ഉപയോഗിച്ച് ലിങ്കിങ് ആർ ഇല്ലാത്ത സിറ്റുവേഷനിൽ പോലും ആർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത റീജിയണൽ പ്രൊനൗൺസിയേഷനിലുണ്ട്. ഇപ്പം ബ്രിട്ടനിലോ അല്ലെങ്കിൽ US-ലോ ഒക്കെ അവർ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ദേ ഹാവ് എ ടെൻഡൻസി ടു ഇൻസേർട്ട് ആൻ ആർ ബിക്കോസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഹാബിറ്റ് ഓഫ് യൂസിങ് ലിങ്കിങ് ആർ. ലിങ്കിങ് ആർ ഉപയോഗിച്ച് ശീലിക്കുന്നത് കൊണ്ടാണ് ചില സിറ്റുവേഷനിൽ ദേ ഹാവ് എ ടെൻഡൻസി ടു ഇൻസേർട്ട് ആർ. അത് പക്ഷേ ഇപ്പം നമ്മളുടെ ഇന്ത്യൻ ഇംഗ്ലീഷിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾക്കത് ഭയങ്കര ഓടായിട്ട് തോന്നും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഭയങ്കര ഓടായിട്ട് തോന്നും, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് there. Now, by analogy or the habit of using linking R. Analogy means similarity. Okay, ഇതുമായിട്ടുള്ള ഒരു സിമിലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ലിങ്കിങ് ആർ ഉപയോഗിക്കുന്ന ആ ഒരു ഹാബിറ്റും ഉണ്ട്. By analogy or the habit of using a linking R, the native British speakers have a tendency to insert a r sound between words ending in a vowel and beginning with a vowel. ഇത് ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വവൽ അവസാനിച്ച് മറ്റൊരു വവലിൽ തുടങ്ങുന്നിടത്ത്. നമ്മൾ ലിങ്കിങ് ആർ നോക്കിയാലും ഇറ്റ്സ് ദ സെയിം കേസ്. നോക്കെ, ഈ ആറിനെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ മൈ ഖാ എന്ന് പറയുന്നത് അവസാനിക്കുന്ന ഖാ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്, ആ സൗണ്ട് എന്ന് പറയുന്ന ഒരു വവ്വലാണ്. അടുത്ത് തുടങ്ങുന്നതും എന്താണ്, വവ്വലാണ്. സോ ഒരു വവ്വലിൽ അവസാനിച്ച് ഒരു വവ്വലിൽ തുടങ്ങുന്ന കേസിൽ വരുമ്പോഴത്തേക്കും ദേ ഹാവ് എ ടെൻഡൻസി ടു ഇൻസേർട്ട് ആൻ ആർ.
Okay, so they have a tendency to insert a r sound between words ending in a vowel and beginning with a vowel even when r is absent. പക്ഷെ രസം ഇവിടെ there is already a r sound. പക്ഷെ intrusive r വരുന്നിടത്ത് എന്ത് കാണത്തില്ല? r sound കാണത്തില്ല. Such cases where a r occurs when there is no r in spelling is known as intrusive r. Spelling ൽ r ഇല്ലാതെ intrude ചെയ്ത് ഒരു r sound വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Intrusive r എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ നോക്കുക, ലൈക്ക് വെൻ യു സേ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസ് ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് വി വിൽ സിംപ്ലി പ്രൊനൗൺസ് ദിസ് ആസ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഓക്കെ, പക്ഷേ ഒരു റീജിയണൽ പ്രൊനൗൺസിയേഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഏഷ്യർ ആൻഡ് ആഫ്രിക്ക. ഹിയർ you can find the intrusive r right after Asia. കാരണം ഏഷ്യയിൽ അവസാനിച്ച് അടുത്ത വാക്ക് തുടങ്ങുന്നത് എന്തിലാണ്? വീണ്ടും ഒരു വവലാണ്. So instead of saying Asia and Africa, they would say Asia and Africa. Okay, similarly the phrase the idea of it, again idea, it ends in a vowel. Of, it begins with a vowel. So instead of saying the idea of it, they would say the idea of it. Okay, ഇവിടെ you can find the intrusive r. Okay, സോ അപ്പം തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങൾ മതി. ഈ എക്സാമ്പിൾസ് പഠിച്ച് വെച്ചേക്കണം. ദീസ് ആർ ഷുവർ ക്വസ്റ്റ്യൻസ്. എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലിങ്കിങ് ആർ, ഇൻട്രൂസീവ് ആർ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച അലോഫോൺസ്, ഫ്രീ വേരിയേഷൻ ഒക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് മിനിമൽ പെയേഴ്സ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും വി ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, ടിൽ ദെൻ ബൈ.